വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ? നിങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, നെജി എന്താണ് നിനക്ക് സങ്കടം? ഇന്ന് അൽഹംദുലില്ലാ ഓക്കെ ആയി. BP ഇന്നലെ ലോ ആയി പോയതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ 2 ദിവസം കൊണ്ട് ഇക്കാരെ വണ്ടി കംപ്ലൈൻ്റ് ആണ്. ഇന്നലെ വണ്ടിയുടെ ഡോറൊന്ന് തട്ടി ഞണങ്ങി. മുതലാളി ഒരുപാട് ദേഷ്യപ്പെട്ട് ഇന്ന് പണിയില്ല. അപ്പോൾ മക്കളെ, ഇവരെ ഞാനധികം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇവർ വീണ്ടും വന്നു. എങ്ങനെ വന്നു? ഇവളെ കെട്ടിയവൻ്റെ പണി പോയി എന്നും പറഞ്ഞിട്ട്. ഇവർക്ക് ഇതേ പണിയില്ലും. പിന്നെ ഭർത്താവ് പണങ്ങിപ്പോകുമ്പോൾ അതിടും, പിന്നെ ഭർത്താവുമായിട്ട് തല്ലുകൂടിന് അതിടും, പിന്നെ ഭർത്താവ് പണിക്ക് പോകുന്നുണ്ടെങ്കിൽ അതിടും, പണി പോയാൽ അതിടും. ഇതേ പണിയില്ലും. ഇവർക്കിത് മാത്രമാണ് ഈ വീഡിയോയിൽ യൂട്യൂബിലൊക്കെ പറയാനുള്ളത്. ഇനി അങ്ങോട്ട് ചെല്ലാനും പറ്റത്തില്ല. ഇനി മുതലാളിയുടെ കാല് പിടിച്ചാലും ആളെ കേൾക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അയാൾ ലക്ഷങ്ങൾ ചിലവാക്കി വെച്ചിരിക്കുന്ന വണ്ടിയാണ്. രണ്ടാമത്തെ ആരായാലും വണ്ടികളൊക്കെ പൈസ കൊടുത്ത് വാങ്ങണം, സ്വന്തം കാശ് കൊടുത്ത് വാങ്ങണം. എന്നെങ്കിൽ ആ വണ്ടിക്ക് എന്തെങ്കിലും ഒരു പോറലേൽക്കുമ്പം പിന്നെ നമുക്ക് ടെൻഷൻ ഉണ്ടാവും. മറ്റുള്ളവരെ വണ്ടി ഓടിക്കുന്നവർക്ക് ഒരു ടെൻഷനും ഉണ്ടല്ലോ, എവിടെ കൊണ്ടുപോയി മുട്ടിയാലും തട്ടിയാലും. അപ്പം എന്തായാലും മുതലാളി അതിന് ഒരുപാട് ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് ഇറക്കിയ വണ്ടി ആയതുകൊണ്ട് മുതലാളിക്ക് ദേഷ്യം പിടിച്ചു. അത്ര തന്നെ. എല്ലാവരും ഒരു ശ്രദ്ധ വേണം. കാര്യം എന്ന് പറഞ്ഞാൽ ഫോൺ കോൾ. രാവിലെ പണിക്ക് പോകുന്ന ഒരു വ്യക്തിയാണ്. 6:40 ഇവിടെ നിന്ന് ഇറങ്ങും. വൈകിട്ട് വരുന്നത് ഇതേപോലെയാണ്. ഇന്നലെ അവരെ ഉമ്മായും കണ്ട വിളിച്ച് പ്രാന്തടുപ്പിച്ച് വണ്ടി തട്ടി. ഇവിടെ പറയുന്നത് എല്ലാവരും കേട്ടില്ലേ? രാവിലെ തന്നെ പണിക്ക് പോകുന്ന സമയത്ത് ഉമ്മ വിളിച്ച് പ്രാന്തടുപ്പിച്ചിട്ട് വണ്ടി കൊണ്ടുപോയിട്ട് തട്ടി. ഉമ്മ വിളിച്ചാൽ മക്കൾക്ക് പ്രാന്തെടുക്കോ? അതൊന്നുമില്ല. അതെല്ലാം ഇത് ഭർത്താവിൻ്റെ ഉമ്മമാരെയും ഉപ്പമാരെയും ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് പറയാൻ പറ്റുന്ന വർത്താനം അത്. അല്ലാണ്ട് സ്വന്തം മകനെ ഒരു ഉമ്മ വിളിച്ചെന്ന് വിചാരിച്ചിട്ട് അവിടെ കൊണ്ടുപോയിട്ട് വണ്ടി തട്ടുമോ മുട്ടുമോ ഒന്നും ചെയ്യില്ല നെജില. അവന് ഈ ഉമ്മ വിളിച്ചൊരു വിഷമം മാത്രമൊന്നല്ല, അവനിപ്പം അഭിനയിക്കുന്നു. ജീവിതം നിൻ്റെ കൂടെ അഭിനയിക്കുന്നു. കാരണം ഇനിയും പൊട്ടിത്തെറിച്ച എന്താണ് അവസ്ഥ എന്ന് അവൻ ചിന്തിക്കുന്നുണ്ടാവും. പൊട്ടിത്തെറിക്കാണ്ട് എങ്ങനെ ഞാനിവിടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അവൻ വിചാരിക്കുന്നുണ്ടാവും. കാരണം നാട്ടുപോയിനെ പിടിച്ച് വീട്ടുപോയി ആക്കിയതാണ്. അപ്പം അതൊരിക്കലും വീട്ടിൽ അടങ്ങിയിരിക്കൂല. അതങ്ങനെ പുറത്തേക്ക് പോകാനേ നോക്കൂ. വണ്ടി തട്ടി. അത് മുതലാളിയിലെന്ന് കേട്ട് ഇനി മുതൽ അങ്ങോട്ട് പറ്റത്തുമില്ല. ഈ ഒരു മുതലാളി ഈ ഒരു പണിയും മാത്രമൊന്നുമല്ല ലോകത്തുള്ളത്. എന്നും പണി നല്ല ആത്മാർത്ഥമായിട്ട് എടുക്കുന്ന ആൾക്കാരങ്ങ് പണി തന്നെ ഒരുപാടുണ്ടാവും. അത് അന്വേഷിക്കുക, കണ്ടെത്തുക, അത്രയാണ്. പക്ഷെങ്കിൽ പെട്ടെന്ന് പണി അവിടെ നിന്ന് മതിയാക്കാൻ വേണ്ടിയിട്ട് നിൻ്റെ ഷാനൊരു കാരണം കണ്ടെത്തിയാന്നിപ്പം പഠിച്ചവനേ പറയാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ് ആത്മാർത്ഥത ഉണ്ടാവില്ല. തോന്നുമ്പം പണിയെടുക്കുന്ന ആളൊന്നും ചിന്തിക്കും.